ഇന്നൊരു ലഡു റെസിപ്പിയാണ്. അവൽ ലഡുവാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അവലും പൊട്ടുകടലയുമാണ്. ഇത് രണ്ടും എപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലും മിക്കപ്പോഴും കാണാവുന്നതാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല, ജാഗരിയാണ് യൂസ് ചെയ്യുന്നത്. തന്നെയല്ല ഓയിലോ ഗീയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഏത് പ്രായക്കാർക്ക് കഴിക്കാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യണം. നമുക്ക് നോക്കാം അവൽ ലഡു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 കപ്പ് അവലാണ് കേട്ടോ. ഈ അവലെന്ന് പറയുന്നത് ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബ്രൗണോ വൈറ്റോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് അങ്ങ് തിന്നായിട്ടുള്ള അവലെടുക്കുകയാണെങ്കിൽ, തിക്കായിട്ടുള്ള അവലാണ് നല്ലത്, കട്ടിയുള്ളത്. ഇപ്പം തിന്നായിട്ടുള്ള അവലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 1.5 കപ്പ് അവലെടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പൊട്ടുകടലയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കും അവലിനെക്കാട്ടും. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും ഹെൽത്തിയാണ്. എന്നാലും തിക്കായിട്ടുള്ള അവലുണ്ടെങ്കിൽ അതെടുത്തോളൂ. ഇനി ഇതിനകത്ത് നമുക്ക് 1/2 കപ്പ് പൊട്ടുകടലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് മതി. കാരണം അവലും പൊട്ടുകടലയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവണം. അവൽ നമുക്കിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരണം. അത്രയും ഇതൊന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അവൽ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം, തണുക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്സിയിലിട്ട് പൊടിക്കേണ്ടതല്ലേ, അപ്പം ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് ജാഗരി പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ജാഗരിയാണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടും മധുരം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മതി നമുക്ക് വീട്ടിൽ. അപ്പം നിങ്ങൾ കറക്റ്റ് മധുരത്തിന് 1 കപ്പ് എടുക്കണം. 1 കപ്പ് അതിൻ്റെ കറക്റ്റ് മധുരമാണ്. 1 കപ്പ് ജാഗരി എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വാട്ടർ ചേർക്കണം. ഇത് നമുക്കിങ്ങനെ നൂൽ പരുവത്തിലൊന്നും ആക്കണ്ട. നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചിട്ട്, കാരണം ഇങ്ങനെ വാട്ടറാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഡസ്റ്റോ എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് ലൂസാക്കി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് ഡേർട്ടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ടിട്ടൊന്ന് അരിച്ച് വാട്ടർ മാറ്റാം. ഞാനിപ്പോൾ ഒരു സീവിലോട്ടിട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ആ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. വാട്ടർ പോലെ തന്നെ, അധികം തിക്കല്ല. ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ചെറു ചൂടോടാണ് നമ്മൾ നമ്മുടെ ബാട്ടറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കിനി അത് അവലൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അതൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിൻ്റെ കൂടെ ഒരു ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏലക്ക ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 എണ്ണം ചേർത്തോളൂ. ഞാനിപ്പോൾ 1 ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള പൗഡറാണ്, കാരണം നമുക്ക് മിക്സ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ജാഗരി കുറേശ്ശെയായിട്ട് ഒഴിച്ച്, ചെറിയ ചൂടോടെ വേണം ജാഗരി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു തിക്നെസ് അറിയാൻ പറ്റും. നമുക്ക് ലഡ്ഡു ആക്കി ഉരുട്ടിയെടുക്കേണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം അത്രയും ജാഗരിയുടെ വാട്ടർ തന്നെ ചേർക്കേണ്ടി വന്നത് കറക്റ്റായിരുന്നു. അപ്പം ഈ പരുവം നമുക്കിങ്ങനെ ലഡ്ഡു ആക്കി ഉരുട്ടിയെടുക്കാം. കൈ പിടിക്കാൻ പറ്റണം, പൊടിയാത്ത രീതിയിൽ. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടി കാണിച്ചു തരാം. ഇതിപ്പോൾ കറക്റ്റ് പരുവമാണ്. ലഡ്ഡു നമുക്കിങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റും, പൊടിഞ്ഞൊന്നും പോവാതെ. കണ്ട കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പായിട്ട് പൊട്ടലും ഒന്നുമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ഈ ബാക്കിയുള്ള ലഡ്ഡൂസും നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ലഡ്ഡു മുഴുവൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയല്ല കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ ഇത്രയും സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറച്ച് ടൈം മതി ചെയ്യാൻ. എല്ലാ ഇൻഗ്രീഡിയൻസും അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ.
ഞാനിവിടെ ഇത്തിരി കാഷ്നട്ട് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാഷ്നട്ടോ റേസിൻസോ അല്ലെങ്കിൽ ഡേറ്റ്സോ പിസ്ത എന്തെന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഈ കുഞ്ഞൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.